എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈം ആൻഡ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. വൈകുന്നേരങ്ങളിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ മധുരത്തിന് ആവശ്യത്തിന് ഞാൻ 3 അച്ച് ശർക്കര എടുത്തിട്ടുള്ളൂ. നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് കൂട്ടിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. പിന്നെ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് ബദാം ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ രണ്ടിൻ്റെയും കളറൊന്ന് മാറുന്ന ടൈമിൽ നമുക്ക് കുറച്ച് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനൊരു കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ തേങ്ങയുടെ വെള്ളം നനവൊന്ന് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തേങ്ങയ്ക്കൊന്ന് ചെറുതായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. വെള്ളം നനവൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പഴം ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പഴം എടുക്കുമ്പോൾ നല്ലോണം പഴുത്ത പഴം തന്നെ എടുക്കാൻ നോക്കുക. എന്നാലേ നമ്മുടെ ഈ പലഹാരത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ പഴം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് അവിൽ എടുക്കുകയാണ്. ചുവന്ന അവിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വഴറ്റിയെടുത്ത ഈ ഒരു കൂട്ടിലേക്ക് ഞാൻ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. അരിച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ശർക്കരപ്പാനീൻ്റെ പകുതിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കി പകുതി നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമാണ്. അപ്പോൾ പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. പഴക്കൊന്ന് നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഉടഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ കഴിക്കുമ്പോൾ ഇടയ്ക്ക് പഴമൊക്കെ കിട്ടുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിലേക്കുള്ള ബാറ്ററും തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബാക്കി പകുതി ശർക്കരപ്പാനി ഉണ്ടല്ലോ, അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇളക്കിയെടുക്കുന്ന സമയത്ത് ഒന്ന് കട്ടിയാണ് തോന്നുകയാണെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നല്ല തിക്കിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നോക്കിയിട്ട് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഈ ഒരു രീതിയിൽ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ച ആ പഴത്തിൻ്റെയും അവിലിൻ്റെയും കൂട്ടില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു അപ്പസോഡയും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്തെടുത്ത കൂട്ട് ഞാനൊരു കേക്ക് ടിന്നിലേക്കാണ് കേട്ടോ മാറ്റി കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് നെയ്യോ എണ്ണയോ ഒന്ന് തൂവിയതിന് ശേഷം നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ മിക്സ് ഒന്ന് ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ജസ്റ്റ് പരത്തി കൊടുത്തിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിത് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ട് അതിലൊരു ഇഡ്ഡലി തട്ട് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ചൂടായതിന് ശേഷം വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക നമ്മുടെ കേക്ക് ടിന്ന്. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ സ്റ്റവിൽ നിന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. ഒരു പപ്പടക്കോൽ കൊണ്ടൊന്ന് കുത്തി നോക്കി വെന്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊന്നുകൂടെ കാണിച്ചു തരാം. നല്ല ക്ലീനായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പലഹാരം കുക്കായിട്ടുണ്ടെന്നാണ്. അപ്പം ഞാൻ ഈ കേക്ക് ടിന്നിൽ നിന്നൊന്ന് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. അപ്പോൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ചെടുക്കാൻ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ്. എല്ലാവരും മറക്കാതെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ആ പഴത്തിൻ്റെ ഒക്കെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മറക്കാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വൈകുന്നേരങ്ങളിലൊക്കെ ഈ മഴ പെയ്യുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. നല്ല മധുരമുള്ള പലഹാരമാണ്. മധുരം ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരം തന്നെയാണ്. നല്ല നാടൻ പലഹാരം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക്